മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, എപ്പോഴെല്ലാം ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള സഹായം ആവശ്യമായി വരികയാണെങ്കിലും മഹാദേവൻ അവിടെ നിങ്ങൾക്ക് തുണയായി എത്തുന്നതായിരിക്കും. മഹാദേവൻ പറയുന്നു, ഏത് സാഹചര്യത്തിലും കൈവിടാതെ ചേർത്ത് പിടിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക, സദാ സ്മരിക്കുക. മഹാദേവനെ നിങ്ങൾ ഒരു നിമിഷമെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിഷമം വന്നാൽ, നിങ്ങൾക്കൊരു ആപത്ത് വന്നാൽ മഹാദേവൻ നിങ്ങളുടെ അരികിലുണ്ടാകും. പല രൂപത്തിൽ, പല രീതിയിൽ, പല ചിന്തകളിൽ മഹാദേവൻ നിങ്ങളുടെ മനസ്സിൽ നിറയും. ഭക്തരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ ആരുടെ മുമ്പിലും തല കുമ്പിട്ട് ഒരിക്കലും നിൽക്കരുത്. നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി മഹാദേവനിലേക്ക് നോക്കുക. നിങ്ങൾ എവിടെയാണ് പരാജയപ്പെട്ടത് അവിടെ നോക്കൂ. തോൽക്കുന്നിടത്തും വിജയിക്കുന്നിടത്തും മഹാദേവൻ കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ മനസ്സ് തളരാതെ പുഞ്ചിരിച്ച് നിൽക്കുക. നിങ്ങളെ ഒരിക്കലും മഹാദേവൻ കൈവിടില്ല. ഭക്തരെ, സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ടെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തിലാകും നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും. അവസാനം അതുമാത്രം ഓർത്ത് ഉള്ള സന്തോഷവും ഇല്ലാതാകും. ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാകുക എന്നു കൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും. അനുഭവങ്ങളിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അഭിനയങ്ങളിൽ വീണ് വീണ്ടും വീണ്ടും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. വേദനിപ്പിച്ചവർക്ക് ഇനിയും വേദനിപ്പിക്കാൻ ഒരു മടിയും കാണില്ല. ഭക്തരെ, ഏതൊരു അവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നിങ്ങളുടെ സന്തോഷത്തെ തകർത്തെറിയാനാവില്ല. പുറകോട്ട് നോക്കി ദുഃഖിക്കരുത്. കാരണം നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത് മുന്നോട്ടാണ്. കഴിഞ്ഞു പോയതാണ് എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ അനുഭവിച്ചവർക്ക് അത് മറക്കാനാണ് പ്രയാസം. അതിപ്പോൾ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും. ഭക്തരെ, എന്തിനോടെങ്കിലും നിങ്ങൾക്ക് സ്നേഹം കൂടി വരുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക. ഇല്ലെങ്കിൽ ദുഃഖമായിരിക്കും ഫലം. എല്ലാ വെളിച്ചവും കെട്ടുകഴിയുമ്പോഴും നിങ്ങൾക്കു വേണ്ടി കത്തുന്ന ഒരു ദീപനാളമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാകും. ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. ഭക്തരെ, നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖമെന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്കുണ്ടാകൂ. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ, പരിധിയിൽ കൂടുതൽ ആരെയും ആശ്രയിക്കാതിരിക്കുക. എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക. മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത്. ചില ആളുകൾക്ക് നല്ല കാലം വരുമ്പോൾ കുറച്ചൊക്കെ അഹങ്കാരം കൂടി കടന്നു വരുന്നു. സ്നേഹിച്ചവരെ ഒന്നും ഓർമ്മ കാണില്ല. പകരം തന്നേക്കാൾ ഉയർന്നവരുമായി ബന്ധം സ്ഥാപിക്കാനാണ് അവർ ഇഷ്ടപ്പെടുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.